അപ്പോൾ നമസ്കാരമുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഇൻട്രോയിൽ കണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് പോകല്ലേ. എനിക്കിതൊക്കെ ചെയ്തിരുന്ന അമ്മ കേട്ടോ. അമ്മ ഒന്ന് ചിരിച്ചു കൊടുക്ക്. എന്താ കളയണമെന്ന് പറഞ്ഞാൽ നടുക്കുള്ള നാര് കളയണം, എന്നാൽ വയറുവേദന ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇങ്ങനെ വലിച്ച് അപ്പോൾ നമുക്ക് ചേരുവകളിലേക്ക് പോകാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങ അരച്ചത്, കല്ലുപ്പ് പൊടിച്ചത്, പിന്നെ വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം വാളംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുടംപുളി എടുത്തിട്ടുണ്ട്. 2 പുളി ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. 100 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. 20 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3 മുളക് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ നല്ലോണം ചതച്ചെടുക്കണം. അടുത്ത ആവശ്യത്തിന് വെളിച്ചെണ്ണയും വേണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് നമുക്ക് നേരത്തെ പൊടിച്ച കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ചെറിയ ഉള്ളിയും കൂടി നല്ല ചതച്ചിട്ടുള്ളതും കൂടി നമുക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് അടുപ്പിൽ വെക്കാം. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് അടുപ്പൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പൊരിക്കാൻ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കറിക്കുള്ള ചേരുവകൾ ഞാൻ ഇപ്പം തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ആ സവാള ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആക്കി വെച്ചുള്ള പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിക്കുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മുങ്ങി നിൽക്കണം കേട്ടോ. ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുടംപുളി ഒഴിച്ചു കൊടുക്കാം. നൊരഞ്ഞ് പൊന്തുന്നുണ്ടോ നോക്കണം. ഉപ്പും പുളിയും കുറവാണെങ്കിൽ ഈ നൊരഞ്ഞ് പൊന്തുക. പിന്നെ എൻ്റെ ഞണ്ട് കറീൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലെങ്കിൽ മുകളിലുള്ള ആ ഒരു ലിസ്റ്റ് നോക്കുക. ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞണ്ട് റെസിപ്പിയും കാണാൻ പറ്റും. തീർച്ചയായും കാണുക. അപ്പോൾ കുറച്ച് നേരമായി തിളയ്ക്കുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണത്. പിന്നെ ഓവർ വേവാൻ പാടില്ല കേട്ടോ ചെമ്മീൻ കറി. തേങ്ങ ഇട്ടെടുക്കുക ആവശ്യമുണ്ട്. കുറച്ച് നേരത്തെ എടുത്തതിൻ്റെ അത്രയും ഫുള്ള് എടുക്കൂല, എൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിക്കൊക്കെ അതിൻ്റെ ഒരു നല്ലൊരു മണം വരും കറിവേപ്പിലേൻ്റെ. അപ്പം നമ്മുടെ കറി അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഉള്ളീൻ്റെയും നമ്മൾ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെയുള്ള ആ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവസാനമായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ട് കറിവേപ്പിലയും കുറച്ചിട്ട് നമുക്ക് ഇറക്കാം. കുറച്ച് അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ പാടെ തന്നെ ഇറക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. അടുത്ത് നമുക്കൊന്ന് പൊരിക്കുന്ന സെറ്റ് പോക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കെല്ലാം മറച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിം തന്നെ ആവണം. ഞാൻ കനലിലാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. എല്ലാം മുരിഞ്ഞ് ക്രിസ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സംഭാരത്തിൻ്റെ കൂടെ ഇവനെ അങ്ങ് ശാപ്പടാക്കാം. അപ്പോൾ എൻ്റെ ചെമ്മീൻ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കോ.